ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഴയ കൊച്ചു ടീമിൽ നിന്ന് TRP റേറ്റിംഗ് കുറഞ്ഞ ശേഷം വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വന്ന മാറ്റങ്ങളെ ഞാൻ 6 തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്താണ് സെയിം കാർട്ടൂൺ ടെലികാസ്റ്റിംഗ് ലോങ് ടൈം. രണ്ടാമത്താണ് ന്യൂ കാർട്ടൂൺ ടെലികാസ്റ്റിംഗ്. മൂന്നാമത്താണ് മിനി ഷോസ് റിമൂവ്ഡ്. നാലാമത്താണ് റിമൂവ്ഡ് ക്രിയേറ്റിവിറ്റി ഷോസ്. അഞ്ചാമത്താണ് ഹോളിവുഡ് മൂവീസ് ടെലികാസ്റ്റിംഗ് സ്റ്റോപ്പ്ഡ്. ആറാമത്താണ് റിമൂവ്ഡ് ഓൾഡ് കാർട്ടൂൺ. ഈ 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഒരേ കാർട്ടൂൺ കുറേ സമയം ടെലികാസ്റ്റ് ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് വേറെ എന്തെങ്കിലും കുറിച്ചല്ല, ഹൈദിയെ കുറിച്ച് തന്നെയാണ്. പഴയ കൊച്ചു ടി വിയിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പണ്ടത്തെ കൊച്ചു ടി വിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ അങ്ങനെ വന്നാലും വളരെ റയറായി മാത്രമേ അങ്ങനെ ഒരേ കാർട്ടൂൺ കുറേ സമയം ടെലികാസ്റ്റ് ചെയ്യുകയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ കൊച്ചു ടി വിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഹൈദി എന്ന കാർട്ടൂൺ സീരീസ് കൂടുതൽ സമയം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈദിൻ്റെ മുമ്പ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ബാലവീർ അല്ലെങ്കിൽ ഡോറ ബുജി, ഈ രണ്ടും ഇതേപോലെ തന്നെയായിരുന്നു കൂടുതൽ സമയം ടെലികാസ്റ്റ് ചെയ്യുക. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ രാവിലെ 10 മണി മുതൽ ഉച്ച 2 മണി വരെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഐതി അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു രാവിലെ 8 മണി മുതൽ 10 മണി വരെ, പിന്നീട് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ, പിന്നീട് 5 മണി മുതൽ 9 മണി വരെ. അങ്ങനെയാണ് ഹൈദി ഇപ്പോൾ കൊച്ചു ടി വി ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ഹൈദിൻ്റെ പകരം ജാക്കി ചാനോ ഗ്ലോറിയ സോസോ ടെലികാസ്റ്റ് ചെയ്ത് തന്നെ ഒരുപാട് മാറ്റമാവും. ഹൈദി നിർത്തണം എന്നല്ല പറഞ്ഞത്, പകരം കൂടുതൽ സമയം ടെലികാസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് ജാക്കി ചാനോ അല്ലെങ്കിൽ ഗ്ലോറിയ സോസോ ഒക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നാവും. രണ്ടാമത്താണ് ന്യൂ കാർട്ടൂൺസ് ടെലികാസ്റ്റിംഗ്. ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പണ്ടും കൊച്ചു ടി വിയിൽ പുതിയ കാർട്ടൂൺസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പഴയ കാർട്ടൂൺസിനൊപ്പം ഒത്തുപോകാൻ പറ്റിയ കാർട്ടൂൺസ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺസ് ആയിരുന്നു. പക്ഷേ ഈ TRP റേറ്റിംഗ് കുറഞ്ഞ ശേഷം വരുന്ന കാർട്ടൂൺസ് നോക്കുകയാണെങ്കിൽ 2019 വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ജീപ്പ് ഫൈറ്റേഴ്സ്, റോബോ ട്രെയിൻ, അതുപോലെ അങ്ങനത്തെ നല്ല കാർട്ടൂൺസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും കൂടുതലും വന്നിരുന്നത് ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത കാർട്ടൂൺസ് ആയിരുന്നു. അതൊരിക്കലും ഇപ്പോൾ കാർട്ടൂൺസിനെ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, പകരം ഓരോരുത്തർക്കും ഓരോ കാർട്ടൂൺസ് ഇഷ്ടപ്പെടുമല്ലോ, അതുപോലെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രോയിങ് വിത്ത് TRT എന്ന കാർട്ടൂൺ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അനിയൻ ബാവ ചേട്ടൻ ബാവൻ്റെ പല വെർഷൻസും കൊച്ചു ടി വിയിൽ ഇപ്പോഴും ഉണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചേഴ്സസ് ഓഫ് അനിയൻ ബാവ ചേട്ടൻ ബാവ, മോൺസ്റ്റർ പ്ലാൻ ഓഫ് അനിയൻ ബാവ ചേട്ടൻ ബാവ, അതിനൊന്നും ആവശ്യമില്ല. പകരം ബോണി PS പണ്ടുണ്ടായിരുന്ന അനിയൻ ബാവ ചേട്ടൻ ബാവ കാർട്ടൂൺ ഇട്ടാൽ തന്നെ ഒരുപാട് പേര് അത് കാണും. അടുത്തിനി നോക്കാൻ പോണത് മിനി ഷോസ് റിമൂവ്ഡ്. പഴയ കൊച്ചു ടി വിയിലാണെങ്കിൽ കാർട്ടൂൺസുകളൊക്കെ പരസ്യമാകുമ്പോൾ ഇടയിൽ 1 മിനിറ്റൊക്കെ ചെറിയ ചെറിയ ഷോസ് വരാറുണ്ട്. അതല്ലെങ്കിൽ കാർട്ടൂൺസൊക്കെ തീർന്നു കഴിഞ്ഞാൽ അപ്പോഴും ഓരോ മിനിറ്റൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് സീരീസ് അല്ലെങ്കിൽ ഷോർട്ട് കാർട്ടൂൺസ്, ഷോർട്ട് ഷോസൊക്കെ വരാറുണ്ട് കൊച്ചു ടി വിയിൽ. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്താണ് റിമൂവ്ഡ് ക്രിയേറ്റിവിറ്റി ഷോസ്. പഴയ കൊച്ചു ടി വിയിലാണെങ്കിൽ എന്നും രാവിലെ ഡ്രോയിങ് ഷോസും അതുപോലെ തന്നെ ക്രാഫ്റ്റിംഗ് ഷോസൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഡ്രോയിങ് ഷോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്നും രാവിലെ 7 മണി ഒരു 5 മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ, അത് നമ്മൾ എന്നും കാണാറുണ്ടായിരുന്നു. ക്രാഫ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫിംഗർ ടിപ്സ്, അതുപോലെ തന്നെ ആർട്ട് സൂക്ക, പിന്നെ കൊച്ചു ടി വി 2018 വന്നുകൊണ്ടിരുന്നിരുന്ന ബോക്സ് മാജിക്കോ അങ്ങനെ ഒന്ന് പറഞ്ഞ ഷോ കൂടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഷോസൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് അതിൽ ചെയ്ത പോലെ ഒക്കെ ചെയ്യാൻ തോന്നും. അഞ്ചാമത്താണ് ഹോളിവുഡ് മൂവീസ് ടെലികാസ്റ്റിംഗ് സ്റ്റോപ്പ്ഡ്. 2019 ശേഷം കൊച്ചു ടി വിയിൽ ഒരു ഹോളിവുഡ് മൂവീസും വന്നിട്ടില്ല. പഴയ കൊച്ചുടിയൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പിക്കായ അവഞ്ചേഴ്സ്, അതുപോലെ ഗോസ്റ്റ് റൈഡർ, എ ബേബീസ് ഡേ ഔട്ട്, ഹോം അലോൺ. ഇനി അനിമേഷൻ മൂവീസ് നോക്കുകയാണെന്ന് തന്നെയാണെങ്കിൽ ലയൺ കിങ്, ഐസ് ഏജ് 1 and 2, അതേപോലത്തെ നല്ല ഒരുപാട് ഹോളിവുഡ് മൂവീസ് കൊച്ചു ടി വിയിൽ വന്നിട്ടുണ്ട് മലയാള ഡബിൽ. പക്ഷേ ഇപ്പോൾ 2019 ശേഷം ഞാൻ മെയിനായിട്ട് കണ്ടത് ഈ 2 മൂവീസാണ്, 2 അനിമേഷൻ മൂവീസ്, ഫയർ ഹാർട്ട് ആൻഡ് പിനോച്ചിയോ. ഈ 2 അനിമേഷൻ മൂവീസാണ് ഞാൻ കൊച്ചു ടി വിയിൽ കണ്ടിട്ടുള്ളത്. നിങ്ങൾ വേറെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അവസാനത്തെ കാര്യം നോക്കാം. അവസാനത്തതാണ് റിമൂവ്ഡ് ഓൾഡ് കാർട്ടൂൺസ്. ഒരുപാട് നല്ല കാർട്ടൂൺസ് കൊച്ചു ടി വി ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം, TRP റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ട്. അതിൽ പെടുന്നതാണ് ദോസ്ത് പടാ ദോസ്ത്, അതുപോലത്തെ ഒരുപാട് നല്ല കാർട്ടൂൺസ് ഒക്കെ. പക്ഷേ കൊച്ചു ടി വിയിൽ ഇപ്പോൾ പഴയ കാർട്ടൂൺസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടോപ്പ് 10 കൊച്ചു ടി വി ബെസ്റ്റ് കാർട്ടൂൺസ് എടുത്ത് നോക്കിയാൽ അതിൽ വരുന്ന 4 ഇപ്പോൾ കൊച്ചു ടി വിയിലുണ്ട്. ഗ്ലോറിയ സോസ്, ജാക്കി ചാൻ, ഡോറ ബുജി, അതുപോലെ ഹൈദി. 4 5 സോറി ലിറ്റിൽ കൃഷ്ണയും അതിൽ പെടും. അപ്പോൾ എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.